ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് മലയാളികൾ, വിഴിഞ്ഞത്തു നിന്നുള്ള ആരാധകർ, മലയാളികൾ, നിരവധി ആളുകൾ വന്നിരിക്കുകയാണ്. ഇതാ സഞ്ജു സാംസന്റെ ചിത്രങ്ങൾ വച്ച മലയാളി പൊളിയാട എന്ന് പറഞ്ഞ ആ ബാനർ വലിയ ആവേശത്തിലാണ്. ഇത് എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? നമ്മള് തിരുവനന്തപുരം. സഞ്ജുവിന്റെ നാട്ടിൽ നിന്നാണ്. ഇത് നോക്ക്, വിഴിഞ്ഞത്ത് എവിടെ വീട്? സഞ്ജുവിന്റെ വീട്. അപ്പൊ വിഴിഞ്ഞത്തുകാരെ, തിരുവനന്തപുരംകാരെ എല്ലാവരും അവരുടെ നാട്ടിലുള്ള ആരാധകർ ആ തരത്തിൽ വലിയ ആഘോഷത്തിന് വേണ്ടി ഇവിടെ എത്തിയ നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളി ആരാധകർ വന്നുകൊണ്ടിരിക്കുന്നതായാലും നമ്മൾ നേരത്തെ ഇവിടെ ചോദിക്കുമ്പോൾ ഒക്കെ സഞ്ജുവിന്റെ ജേഴ്സി കിട്ടാനില്ല, ആ തരത്തിൽ ആളുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവിന്റെ ജേഴ്സി അണിഞ്ഞ് ആളുകൾ വന്ന് വളരെ ആവേശത്തിൽ ആ തരത്തിൽ പുറത്തുള്ള സംസ്ഥാനത്തു നിന്നുള്ള ആളുകളൊക്കെ ഈ സഞ്ജുവിനെ ഇപ്പോൾ ഇത്ര ആവേശത്തോടെ സംസാരിക്കുന്ന കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കേരളീയർ മാത്രം വളരെ അഭിമാനത്തോടും പ്രതീക്ഷയോടും കാത്തിരുന്നു. ഇന്ന് ഇന്ത്യ മുഴുവൻ ആ പ്രതീക്ഷയോടാണ് ഇവിടെ വന്നത്. അവർക്ക് എല്ലാവർക്കും സഞ്ജു ആ ഒരു സമ്മാനം നൽകി. ഇതുപോലെ ഒരു മലയാളി താരത്തെ ഈ തരത്തിൽ ആഘോഷിക്കുന്നത് അധികം അഭിമാനം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഈ കാത്തിരിപ്പ് ഒരുപക്ഷെ 11 വർഷത്തോളം കാത്തിരുന്നിട്ടും നമ്മൾ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ സഞ്ജു ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ 2024 സഞ്ജുവിന് ഒരു ലോങ് റോപ്പ് കിട്ടുന്നത്. ഓപ്പണറായിട്ട് ലോങ് റോപ്പ് കിട്ടി 3 സെഞ്ചുറി എടുത്തതിന് ശേഷം ടീം കോമ്പിനേഷന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടു. അതിനുശേഷം ഒരു പ്ലെയർ തിരിച്ചു വരുമ്പം അയാൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ഡ്രോപ്പ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് സഞ്ജുവിൻ്റെ കളി കാണാൻ പോയൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് സഞ്ജുവിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ട് അത്രയും ഇഷ്ടത്തോളം ഞങ്ങൾ കളി കണ്ടിട്ട് അത്രയും വിഷമിച്ചിറങ്ങി വന്നതാണ്. അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് സ്റ്റാൻസിൽ നിന്ന് ഇറങ്ങിയവനാണ് ഞാൻ. എന്നിട്ട് ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആദ്യത്തെ 4 കളി വെളിയിരുന്നു. തിരിച്ചു വന്നിട്ട് ബാക്കി കണ്ടത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ന് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവിടെ അനൗൺസ് ചെയ്യുമ്പം ആ ഗാലറി മുഴുവൻ സഞ്ജുവിന് വേണ്ടി വിളിക്കുകയായിരുന്നു. വാങ്കഡയിലെ സ്റ്റേഡിയം രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പിന്നെ ധോണിക്ക് ശേഷം ഇന്നലെ സെമി ഫൈനലിൽ ആർത്ത് വിളിച്ചത് സഞ്ജുവിന് വേണ്ടിയാണ്. ഇതൊക്കെ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിച്ചതാണ്. 11 വർഷം 2015 മുതൽ 2026 വരെ 11 വർഷം നമ്മൾ അവൻ്റെ കളി കണ്ട് അവസാനം അവൻ നമുക്ക് വേണ്ടി ഡെലിവറി ചെയ്ത ദിവസമാണ്. ലോകത്ത് എവിടെ മലയാളികളുണ്ടായാലും, ഇന്ത്യയിലോ എവിടെ മലയാളികളുണ്ടായാലും ഇന്ന് എല്ലാവരും ആഘോഷിക്കണം. എല്ലാവർക്കും വേണ്ടി ഇന്ന് അവൻ അവിടെ കളിച്ചതാണ്. അത്ര ഇമോഷണലിയാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ വന്നവരാണ്. ബാംഗ്ലൂർ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. തിരുവനന്തപുരത്ത് വന്നതാണ്. സെമി ഫൈനലിൻ്റെ മുമ്പ് സിംബാബ്വേയുടെ കളി കണ്ടിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. പ്രതീക്ഷയായിരുന്നു ഇവൻ കളിക്കുമെന്ന്, സെഞ്ചുറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു ബി ഓണസ്റ്റ്. അവനൊരു ടീം പ്ലെയറാണ്. രാജസ്ഥാനിൽ കളിക്കുമ്പോൾ തൊട്ട് ടീം പ്രശ്നം. കാരണം സെഞ്ചുറി സഞ്ജുവിൻ്റെ മുന്നിലെ ചിന്തയില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു ബി ഓണസ്റ്റ്. അവൻ്റെ വേർഡ് തന്നെ എടുത്താൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു സ്കോർ ദ റൺസ്, in which pace you score the runs, how much it is effective for the team. അത്ര മതി. അത് നമുക്ക് ഒരുപക്ഷെ മലയാളിക്ക് വലിയ സെറ്റപ്പിൽ നിന്ന് വന്ന് ടീമിലേക്ക് വന്ന ആളുകളൊക്കെ ഉണ്ട്. ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വന്ന് സ്വന്തം കഴിവുകൊണ്ട് മാത്രം ഈ ഉയരത്തിലെത്തുക എന്നുള്ളത് എല്ലാ മലയാളികൾക്കും ഒരുപക്ഷെ ക്രിക്കറ്റിന് പുറത്തുള്ള ആളുകൾക്കും അഭിമാനം ഗ്രൗണ്ടഡായിട്ട് എത്രത്തോളം ഉയരത്തിലെത്തിയാലും ഗ്രൗണ്ടഡായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കാണുന്നതല്ല. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. അതിന് മേ ബി അയാളുടെ ഹാർഡ് വർക്കും ആ പേഴ്സണാലിറ്റിക്കും അയാൾക്ക് അവസാനം കിട്ടിയ റിസൾട്ടാണ്. അതിനുള്ള ഫലമാണ് ഇവിടെ കണ്ടത്. ഇനി വരുന്ന തലമുറയ്ക്ക്, അത് മലയാളിക്ക് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ക്രിക്കറ്റിലേക്ക് കടന്നു വരാനും അഭിമാനത്തോടെ കളിക്കാനും അവർക്ക് കഴിയുമെന്നുള്ളതാണ്. അതിനുള്ളൊരു ബെഞ്ച് മാർക്കാണ് സഞ്ജുവിൽ എനിക്ക് തോന്നിയത്. പലപ്പോഴും നമ്മൾ ഒരുപാട് തിരിച്ചടി നേരിടുമ്പോൾ തകർന്നു പോകാതെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ആ അർത്ഥത്തിൽ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ടീമിൽ ഇല്ലാത്തപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. ക്ഷമാശക്തിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു തവണയെങ്കിലും സഞ്ജു മോശമായിട്ടൊരു വാക്കോ നോക്കോ എവിടെയെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്കറിയാമോ? ഇല്ല. ആ ക്ഷമ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിനുള്ളൊരു ഉപകാരമാണ്. വളരെ അഭിമാനം. സഞ്ജുവാണ് ഈ തരത്തിൽ എല്ലായിടത്തും സഞ്ജുവാണ്. സഞ്ജു മയമാണ് തിരുവനന്തപുരത്ത് വന്ന ഈ ആരാധക കൂട്ടത്തിന് അവരുടെ സന്തോഷത്തിൽ അറിയാം. കാരണം അത്രമാത്രം വൈകാരികമായാണ് അവർ സംസാരിക്കുന്നത്. ആ കാത്തിരിപ്പ് നമുക്കറിയാം. 11 വർഷത്തോളം സഞ്ജുവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഈ ആരാധകർ കാത്തിരുന്നു. കാരണം അവരുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും നമുക്കറിയാം. വെറും 60 മത്സരത്തിലധികം മാത്രമാണ് സഞ്ജു 11 വർഷം കൊണ്ട് കളിച്ചു തീർത്തത്. ഇത്രയും വലിയ ഒരു കാലയളവ് ഒരു താരം കളിച്ചാൽ അയാൾ ഒരു പക്ഷേ 150ഓ 200ഓ മത്സരം കളിക്കേണ്ട ഒരു താരം. പക്ഷേ സഞ്ജുവിന് കിട്ടിയ അവസരം വെറും 60ഓളം മത്സരം മാത്രമാണ്. അദ്ദേഹം കളിച്ച മത്സരത്തെക്കാൾ കൂടുതൽ പുറത്ത് നിൽക്കുകയായിരുന്നു. സഞ്ജു പുറത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് സൂര്യകുമാർ യാദവിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു,
കളിക്കുന്ന സമയത്ത് മാത്രമല്ല, കളിക്കാത്ത സമയത്ത് പോലും സഞ്ജു സാംസൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മറ്റ് താരങ്ങളിൽ നിന്ന് പഠിക്കുമായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വിരാട് കോഹ്ലിയിൽ നിന്ന്, രോഹിത് ശർമ്മയിൽ നിന്ന് അവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ ഞാൻ എൻ്റെ മറ്റ് സമയം ഉപയോഗിച്ചു എന്ന് സഞ്ജു സാംസൺ പറഞ്ഞു. ആ താരം മറ്റ് താരങ്ങളെ നോക്കി പഠിച്ചതിൻ്റെ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്, ഓരോ നിമിഷവും ക്രിക്കറ്റിന് വേണ്ടി അദ്ദേഹം ചിന്തിയ ചോരയുടെ ഫലമാണ് ഇന്നത്തെ കിരീടം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു താരം ലോകകപ്പിൻ്റെ ഫൈനലിൽ മികച്ച പ്രകടനം നടത്തി എന്നത് മാത്രമല്ല, അദ്ദേഹം ആ ടൂർണമെന്റിന്റെ താരമായി എന്നതാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യം. കാരണം വെറും 5 ഇന്നിങ്സ് കൊണ്ടാണ് സഞ്ജു സാംസൺ ഒരു ടൂർണമെന്റിന്റെ താരമായി ഉയർന്നു വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോന.